ഞാനിപ്പോഴുള്ളത് കലേസ് വില്ലയിലെ റെയിൽവേ സ്റ്റേഷന് പുറത്താണ്. എനിക്കിനി പോകേണ്ടത് കലേസ് പോർട്ടിലേക്കാണ്. ആ തുറമുഖത്ത് എത്തിയിട്ട് വേണം എനിക്ക് ബ്രിട്ടനിലെ ഡോവറിലേക്ക് ഫെറി കയറേണ്ടത്. ഇപ്പോൾ സമയം 12:50 പോർട്ട് ഓഫ് കലേസ് വരെ ഏകദേശം 3 മൈൽ ദൂരമുണ്ട്, അതായത് 4.8 കിലോമീറ്റർ. ഇന്ന് ഞായറാഴ്ചയാണ്, അതിനാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ലഭ്യമല്ല. ടാക്സി ഞാൻ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുമില്ല. അതിനാൽ നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ നടക്കുകയാണെങ്കിൽ എനിക്ക് 1 മണിക്കൂറോളമാണ് ഇവിടെ നിന്നുമുള്ള സമയം കാണിക്കുന്നത്. എന്റെ ഫെറിയുടെ സമയം 3 മണിക്കാണ്. എന്നാൽ 1:40 തന്നെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ എനിക്ക് എത്തേണ്ടതുണ്ട്. അതിനാൽ തന്നെ എന്റെ ഈ നടത്തം കുറച്ച് വേഗത്തിൽ തന്നെ ആക്കാൻ ഞാൻ തീരുമാനിച്ചു. കലേ എന്നത് ഫ്രാൻസിന്റെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപ്രസിദ്ധമായ തുറമുഖ നഗരമാണ്. ഈ നഗരം ഏകദേശം 1165 ബോലോൺ പ്രദേശത്തെ പ്രഭുവായിരുന്ന മാത്യു ഓഫ് അൽസൈസ് സ്ഥാപിച്ചതാണ്. ഇംഗ്ലീഷ് ചാനലിന്റെ അതിരിൽ സ്ഥിതി ചെയ്യുന്ന കലേ വ്യാപാരത്തിനും മത്സ്യബന്ധനത്തിനും പ്രധാന കേന്ദ്രമായിരുന്നു. 1346 കേസരിയിലെ യുദ്ധത്തിൽ ഇംഗ്ലണ്ട് രാജാവായ എഡ്വാർഡ് III വിജയിച്ചു. അദ്ദേഹം തന്റെ സൈന്യവുമായി കലയിലേക്ക് പിന്നീട് നീങ്ങുകയുണ്ടായി. 1347 ഇംഗ്ലീഷ് സൈന്യം നഗരത്തെ ഉപരോധിച്ച് കീഴടക്കുകയും ചെയ്തു. അതിനുശേഷം 1558 വരെ 200 വർഷത്തോളം കലേ ഇംഗ്ലീഷ് ഭരണത്തിലായിരുന്നു. ഈ കാലയളവിൽ കലേ ഇംഗ്ലണ്ടിന്റെ യൂറോപ്യൻ വാതിലായി പ്രവർത്തിച്ചു. സൈനിക താവളം, കയറ്റുമതി ആവശ്യങ്ങൾ എന്നിവക്കായിട്ടാണ് കലയെ ബ്രിട്ടൻ ഉപയോഗിച്ചത്. കലൈസിന്റെ ചരിത്രം അതിന്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇംഗ്ലീഷ് ചാനലിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ബ്രിട്ടനിലെ ഡോവറിൽ നിന്നും വെറും 21 മൈൽ മാത്രം അകലെയായിട്ടാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നഗരത്തിന്റെ നിയന്ത്രണത്തിനു വേണ്ടി ഇത്രയധികം പോരാട്ടങ്ങൾ നടന്നതും. ബാറ്റിൽ ഓഫ് കലേസ് അഥവാ കലേ യുദ്ധം എന്നത് 2ാം ലോക മഹായുദ്ധത്തിലെ ഒരു നിർണായക പോരാട്ടമായിരുന്നു. കലേസ് യുദ്ധം യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധ പ്രവർത്തനമായിരുന്നു. കലേസിൽ നിന്നും 45 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഡൻകർക്ക്. ഈ ഡൻകർക്കിൽ ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ബെൽജിയം സൈന്യങ്ങളായ സഖ്യകക്ഷികൾക്ക് നേരെ ജർമ്മനി മിന്നലാക്രമണം നടത്തി. അതിതീവ്രമായ ആക്രമണം കാരണം ഇവർ ഫ്രാൻസിന്റെ ഡൻകർക്ക് പ്രദേശത്തേക്ക് പിൻവാങ്ങി. സഖ്യകക്ഷികളുടെ 3 ലക്ഷത്തിലധികം വരുന്ന സൈനികരാണ് ഈ ചെറിയ പ്രദേശത്ത് കുടുങ്ങിക്കിടന്നത്. ജർമ്മൻ സൈന്യം അവരെ പരിപൂർണമായി വളഞ്ഞു. സഖ്യകക്ഷികൾക്ക് പരിപൂർണമായ പരാജയമോ അവിടെ കുടുങ്ങിയ സൈനികർ മുഴുവൻ ഉന്മൂലനം ചെയ്യപ്പെടുന്നതോ ആയ ഘട്ടമെത്തി. ഈ ഒരു സാഹചര്യത്തിലാണ് ജർമ്മൻ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ കലൈസിലെ ചെറിയൊരു സൈനിക സംഘത്തോട് വിൻസ്റ്റൺ ചർച്ചിൽ ഉത്തരവിട്ടത്. കലൈസിൽ നിലയുറപ്പിച്ച ബ്രിട്ടീഷ് സൈനികർക്ക് ലഭിച്ച നിർദ്ദേശം ജർമ്മൻ സൈന്യത്തെ പരമാവധി തടഞ്ഞു നിർത്തി ഡൻകർക്കിലെ ഒഴിപ്പിക്കലിന് സമയം നേടിക്കൊടുക്കുക എന്നതായിരുന്നു. 1940 മെയ് 24 മുതൽ 27 വരെ ബ്രിട്ടീഷ്, ഫ്രഞ്ച് സൈനികർ ചേർന്ന് ജർമ്മൻ ടാങ്കുകളെയും കാലാൾപ്പടയെയും ശക്തമായി ഈ പ്രദേശത്ത് പ്രതിരോധിച്ചു. അതൊരു വലിയ പോരാട്ടമായി മാറിയതുമില്ല, മറിച്ച് ഡൻകർക്കിന് സമയം നൽകാൻ വേണ്ടിയുള്ള ഒരു ചെറുത്തുനിൽപ്പ് മാത്രമായിരുന്നു ഈ കലൈസ് യുദ്ധം. ഈ ചെറുത്തുനിൽപ്പിൽ കലൈസ് പട്ടണം ജർമ്മൻ സൈന്യം വളഞ്ഞു. സൈനികരുടെ എണ്ണത്തിലും ആയുധബലത്തിലും ജർമ്മൻ സൈന്യമായിരുന്നു മുന്നിൽ. ബ്രിട്ടീഷ് സൈന്യം ധീരമായി പോരാടിയെങ്കിലും 3 ദിവസത്തെ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഈ നഗരം ജർമ്മൻ സൈനികർക്ക് കീഴടങ്ങി. ബ്രിട്ടീഷ് പട്ടാളക്കാരടങ്ങിയ സഖ്യകക്ഷികൾ ജർമ്മൻ പട്ടാളക്കാരെ കലൈസിൽ പ്രതിരോധിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഓപ്പറേഷൻ ഡൈനാമോക്ക് വിൻസ്റ്റൺ ചർച്ചിൽ ഉത്തരവിട്ടത്. ഡൻകർക്കിൽ കുടുങ്ങിയ സൈനികരെ അവിടെ നിന്നും രക്ഷപ്പെടുത്താനുള്ള ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഡൈനാമോയുടെ പിന്നിൽ. ബ്രിട്ടീഷ് റോയൽ നേവി ഒരു വലിയ ഒഴിപ്പിക്കൽ ശ്രമം തന്നെയാണ് അവിടെ നടത്തിയത്. എന്നാൽ വെള്ളത്തിന് ആഴം കുറവായതിനാൽ അവരുടെ വലിയ യുദ്ധക്കപ്പലുകൾക്ക് തീരത്തോട് അടുക്കാൻ കഴിഞ്ഞില്ല. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് സഹായത്തിനായി ലഭ്യമായ എല്ലാ ബോട്ടുകളോടും അടിയന്തിരമായി വരാൻ അഭ്യർത്ഥിച്ചു. 100 കണക്കിന് സാധാരണക്കാരുടെ ബോട്ടുകൾ, മത്സ്യബന്ധന ബോട്ടുകൾ, ആഡംബര നൗകകൾ, ലൈഫ് ബോട്ടുകൾ തുടങ്ങിയ ചെറിയ റിവർ ബോട്ടുകൾ ഉൾപ്പെടെ ഈ ഒരു ദൗത്യത്തിനു വേണ്ടി ഡൻകർക്കിലെത്തി. ജർമ്മൻ വിമാനങ്ങളുടെയും പീരങ്കികളുടെയും നിരന്തരമായ ആക്രമണങ്ങളെ നേരിട്ട് ഈ ചെറിയ ബോട്ടുകൾ സൈനികരെ കടൽ തീരങ്ങളിൽ നിന്ന് അകലെ നങ്കൂരമിട്ടിരുന്ന നാവിക കപ്പലുകളിലേക്ക് എത്തിച്ചു. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഈ ദൗത്യം ഒരു വലിയ വിജയമായി മാറി. ജൂൺ 4 ഏകദേശം 3,38,000 വരുന്ന സഖ്യകക്ഷി സൈനികരെയാണ് ഡൻകർക്കിൽ നിന്നും രക്ഷപ്പെടുത്താൻ സഹായിച്ചത്.
3,38,000 വരുന്ന സഖ്യകക്ഷി പട്ടാളക്കാരെ ഡൺകർക്കിൽ നിന്നും ജർമ്മനിയുടെ തോക്കിന്റെയും പീരങ്കികളുടെയും മുന്നിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് കലൈസ് യുദ്ധത്തിന്റെ ഫലം. കലൈസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ ഞാൻ അവിടെ കണ്ട ഒരു യാത്രക്കാരന്റെ അടുത്ത് നിന്നും വൈഫൈ എൻ്റെ മൊബൈലിൽ കണക്ട് ചെയ്തുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തിട്ടാണ് ഞാൻ ഈ നടക്കുന്നത്. അത്യാവശ്യം വേഗതയിൽ തന്നെയാണ് ഞാൻ നടന്നത്. ചില സന്ദർഭങ്ങളിൽ ഞാൻ ഓടുകയും ചെയ്തു. ഇനി എൻ്റെ മുന്നിൽ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കലൈസ് തുറമുഖത്തിൻ്റെ എൻട്രൻസിലേക്ക് എനിക്കിനി നടക്കേണ്ടത് ഹൈവേയിൽ നിന്നും മാറി ബൈ ഫൂട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കുള്ള വഴിയിലൂടെയാണ്. ആ വഴിയിലൂടെ ഞാൻ കുറച്ചു നേരം മുന്നോട്ട് നീങ്ങി. അവിടെ ഒരു എൻട്രൻസ് കാണുന്നുണ്ട്. ഈ എൻട്രൻസിലേക്ക് ഞാൻ നോക്കിയ സമയത്താണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ എൻട്രൻസ് ലോക്കായി കിടക്കുകയാണ്. അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ അതിൻ്റെ മുന്നിൽ ആളുകളില്ല. എനിക്കൊന്ന് സംശയം ചോദിക്കാനോ എൻക്വയറി നടത്താനോ ഈ പരിസര പ്രദേശങ്ങളിൽ പോലും ആളുകളില്ല. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കടക്കാൻ ഇനി എൻ്റെ മുന്നിൽ ഏകദേശം 15 മിനിറ്റ് മാത്രമാണുള്ളത്. ഈ 15 മിനിറ്റിനുള്ളിൽ നിർബന്ധമായും എനിക്ക് ഈ എൻട്രൻസിനുള്ളിൽ കടന്നേ മതിയാകൂ. എപ്പോഴോ കണക്ട് ചെയ്ത് വെച്ച ആ ഗൂഗിൾ മാപ്പിന്റെ റൂട്ട് നോക്കി തന്നെ ഞാൻ വീണ്ടും നടന്നു. ഗൂഗിൾ മാപ്പിൽ മറ്റൊരു എൻട്രൻസ് കാണിക്കുന്നുണ്ട്. ആ എൻട്രൻസിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ മുന്നിൽ ഓട്ടമില്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എവിടെയാണ് യഥാർത്ഥ എൻട്രൻസ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ആളുകളെ കാത്തിരുന്നു. ഈ റോട്ടിൽ ഒരു മനുഷ്യരെ പോലും എനിക്ക് സഹായത്തിനായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഈ റോട്ടിലൂടെ വല്ലപ്പോഴും മാത്രമാണ് വാഹനങ്ങൾ തന്നെ ഓടുന്നത്. എൻ്റെ മുന്നിൽ സമയം വളരെ കുറവായിരുന്നു. ഞാൻ ഇനി എൻട്രൻസിലേക്ക് ഓടുകയാണെങ്കിൽ എനിക്ക് ആ ഷിപ്പ് മിസ്സാവും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ റോഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ കൈകാണിച്ച ഒരു വാഹനവും നിർത്തിയിട്ടില്ല. വാഹനം വരുന്നത് തന്നെ വളരെ റയറായിട്ടാണ്. കുറച്ചുകൂടെ റോഡിലേക്ക് ഞാൻ ഇറങ്ങി നിന്ന് സഹായം അഭ്യർത്ഥിച്ചു. ഒരു കാർ നിർത്തി എന്നോട് വിവരം തിരക്കി. ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ പോർട്ടിന്റെ എൻട്രൻസ് എവിടെയാണെന്ന് അവർക്കും കാര്യമായ നിശ്ചയമില്ല. തിരക്കായതിനാൽ അവർ കാറെടുത്തു പോയി. സമയം ഇനി വൈകരുത് എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓടുന്നതിനിടയിൽ ഒരു സൈക്കിളുകാരൻ വരുന്നത് കണ്ട് അയാളുടെ മുന്നിലേക്ക് ചാടിക്കൊണ്ട് ഞാൻ സഹായം അഭ്യർത്ഥിച്ചു. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് നീങ്ങിയാൽ നിങ്ങൾക്കൊരു എൻട്രൻസ് കാണാൻ സാധിക്കും. അതാണ് ഈ ഫെറിയിലേക്കുള്ള എൻട്രൻസ് എന്നത്. ഈ സൈക്കിളുകാരൻ പറഞ്ഞതനുസരിച്ച് ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങി. ഒരു 5-6 മിനിറ്റ് മുന്നോട്ട് ഞാൻ ഓടിയപ്പോഴാണ് മുന്നിലൊരു എൻട്രൻസ് കാണുന്നുണ്ട്. ആ എൻട്രൻസിലൂടെ തന്നെ ആ എൻട്രൻസിന് മുന്നിൽ സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റി ഗാർഡ് വാഹനങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ആ ഗേറ്റിലൂടെ കടത്തിവിടുന്നുണ്ട്. പ്രധാനമായും ആ ഗേറ്റിലൂടെ പോകുന്ന വാഹനങ്ങൾ ഫെറിയിലേക്ക് കടക്കുന്ന ബസ് അല്ലെങ്കിൽ കാറ് ഒക്കെയാണ്. അങ്ങനെ ഗേറ്റിന് മുന്നിൽ ഞാൻ എത്തി. സെക്യൂരിറ്റിക്കാരനോട് ഞാൻ എൻ്റെ പാസ്പോർട്ടും എൻ്റെ ടിക്കറ്റും കാണിച്ചു കൊടുത്തു. ടിക്കറ്റിൻ്റെ റെഫറൻസ് നമ്പർ കാണിച്ചു കൊടുത്തു. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ എന്നോട് പറഞ്ഞു, ഈ വഴി എന്ന് പറയുന്നത് ബസ്സിനും അതുപോലെ തന്നെ ഫെറിയിലും വെഹിക്കിളിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കുള്ള എൻട്രൻസ് ആണ്. ബൈ ഫൂട്ടിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മറ്റൊരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിലൂടെ മാത്രമേ ബൈ ഫൂട്ടിലെ ആളുകൾക്ക് പ്രവേശനമുള്ളൂ. ഇത് ബസ്സും കാറും മാത്രം കടത്തിവിടുന്നതിനുള്ള എൻട്രൻസ് ആണ്. അങ്ങനെ അയാളോട് ഞാൻ സമയത്തെക്കുറിച്ചും എൻ്റെ മുന്നിൽ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഫെറിയിലേക്ക് പോകാനുള്ളൂ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറാനുള്ളൂ, അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ തന്നെ കടത്തിവിടുമോ എന്നുള്ള അഭ്യർത്ഥന ഞാൻ നടത്തി. പക്ഷേ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ, ഇങ്ങനെ ബൈ ഫൂട്ടിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കടന്നു പോകാനുള്ള ഒരു വഴിയല്ല ഇത് എന്നുള്ളത് അദ്ദേഹം എന്നോട് വളരെ ഫേമായിട്ട് തന്നെ പറഞ്ഞു. എനിക്ക് യാത്ര ചെയ്യേണ്ട ഫെറി ഞാൻ എത്തുന്നതിന് മുന്നേ തുറമുഖം വിട്ടുപോകുമെന്ന് എനിക്ക് ഏകദേശം ബോധ്യം വന്നു. എന്നാലും ഞാൻ പിന്തിരിയാൻ ഒരുക്കമല്ലായിരുന്നു. സെക്യൂരിറ്റിക്കാരൻ കാണിച്ചു തന്ന ആ വഴിയിലൂടെ ഞാൻ ഓടാൻ തുടങ്ങി. ഒരു 15 മിനിറ്റോളം ഓടിയതിനു ശേഷം എനിക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്താൻ സാധിച്ചു. ഞാൻ എൻ്റെ പാസ്പോർട്ടും ഓൺലൈൻ ടിക്കറ്റ് എടുത്ത സമയത്ത് എനിക്ക് ലഭിച്ചിരുന്ന റെഫറൻസ് നമ്പറും ഞാൻ അവർക്ക് നൽകി. പരിശോധനകൾക്ക് ശേഷം അവരെനിക്ക് എൻ്റെ പാസ്പോർട്ടും കൂടെ ഒരു ടിക്കറ്റും തിരികെ നൽകി. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനായി PNO ഫെറിയുടെ ബസ് വരുന്നതിന് വേണ്ടി കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിശ്രമ സ്ഥലത്തിൻ്റെ ഒത്ത മധ്യഭാഗത്തായിട്ട് 3-4 വിമാനങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 1909 ഫ്രഞ്ച് എഞ്ചിനീയറായ ലൂയിസ് ബ്ലെറിയോട്ട് നിർമ്മിച്ച ബ്ലെറിയോട്ട് 11 എന്ന ഭാരം കൂടിയ യന്ത്രത്തിൽ പറന്ന് ആദ്യമായി ഇംഗ്ലീഷ് ചാനൽ വിജയകരമായി കടന്ന വിമാനം എന്ന നിലയിലാണ് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നത്. കലൈസ് നഗരത്തിലെ ലെസ് ബാർക്യൂസിൽ നിന്നും പറന്നുയർന്ന് വെറും 36 മിനിറ്റിനുള്ളിൽ ഡോവറിൽ ഇറങ്ങിയ വിമാനമാണ് ബ്ലെറിയോട്ട് 11.
ആകാശയാത്രയുടെ അതിരുകൾ താണ്ടിയ ആദ്യ വിമാനമായി ഈ ബ്ലറിയോട്ട് 11 മാറി. ലാമിനേറ്റ് ചെയ്ത വാൾനട്ട് മരം കൊണ്ട് നിർമ്മിച്ച പ്രൊപ്പല്ലറും 25 കുതിരശക്തിയുള്ള അൻസാനി എഞ്ചിനും തുറന്ന കോക്പിറ്റും ചേർന്ന ആ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയുടെ ഉന്നതിയിൽ നിർമ്മിക്കപ്പെട്ട വിമാനമാണ് ബ്ലറിയോട്ട് 11. അതേസമയം 1916 ഫ്രാൻസ് നിർമ്മിച്ച സ്പാഡ് S7 ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഒരു പ്രധാന പോരാട്ട വിമാനമായിരുന്നു. ഫൈറ്റർ ജെറ്റായിരുന്നു. ഹിസ്പാനോ സൂയിസയുടെ 150 കുതിരശക്തിയുള്ള എഞ്ചിൻ ഉപയോഗിച്ച് ഈ വിമാനം അതിൻ്റെ വേഗതയും ശക്തിയും കൊണ്ട് പ്രശസ്തമായിരുന്നു. പ്രശസ്തരായ ജോർജസ് ഗെയ്നമർ, ഫ്രാൻസിസ്കോ ബരാക്ക തുടങ്ങിയ പൈലറ്റുമാർ ഈ വിമാനം ഉപയോഗിച്ച് നിരവധി വിജയങ്ങൾ കൊയ്തെടുത്തിട്ടുണ്ട്. ഈ 2 ചരിത്ര വിമാനങ്ങളുടെയും മാതൃകകളാണ് ഇന്ന് ഈ കലൈസ് പോർട്ടിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പൂർണ്ണമായും മരത്തടിയാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ വിമാനങ്ങൾ ഇന്നും ഫ്രാൻസിൻ്റെ വ്യോമയാന ചരിത്രത്തെയും ഈ വിമാനങ്ങൾ നിയന്ത്രിച്ചിരുന്ന സൈനികരുടെ കഴിവിനെയും ഓർമ്മപ്പെടുത്തുന്നു. ഇമിഗ്രേഷനിലേക്ക് പോകുന്നതിന് വേണ്ടി ഞങ്ങളെ കൊണ്ടുപോകുവാൻ P&O എന്ന കമ്പനിയുടെ ബസ് എത്തി. ഞാൻ അതിൽ കയറി സീറ്റ് ഉറപ്പിച്ചു. ഇതാണ് P&O ഫെറീസ് എനിക്ക് നൽകിയിട്ടുള്ള ടിക്കറ്റ്. 3 മണിക്കാണ് ഷിപ്പ് ഇവിടെ നിന്നും ഇമിഗ്രേഷൻ ചെക്കുകൾക്ക് ശേഷം പുറപ്പെടുന്നത്. ഈ കാണുന്ന വാഹനങ്ങളെല്ലാം തന്നെ കാറും ബസ്സും ലോറിയും എല്ലാം തന്നെ ഫെറിയിലേക്ക് കയറാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ ബസ് നിർത്തി. യാത്രക്കാരെല്ലാവരും തന്നെ തങ്ങളുടെ ലഗേജുകളെടുത്ത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കാൻ ആരംഭിച്ചു. ഇവിടെ നിന്നും ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് കപ്പലിലേക്ക് ഫെറിയിലേക്ക് പ്രവേശിക്കാൻ. വാഹനങ്ങളെ കൂടാതെ സ്വന്തം കാൽനടയായിട്ട് യാത്ര ചെയ്തു വരുന്ന ആളുകൾക്ക് P&O ഫെറീസ് മാത്രമാണ് യാത്ര ചെയ്യാനുള്ള അനുവാദം നൽകുന്നത്. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് UK ബോർഡർ ഫോഴ്സിൻ്റെയും ഫ്രഞ്ച് ബോർഡർ പോസ്റ്റിൻ്റെയും സുരക്ഷാ പരിശോധനകൾ നടക്കുന്നത്. പാസ്പോർട്ടും മറ്റു യാത്രാ ഡോക്യുമെൻറ്റുകളും എല്ലാം തന്നെ കയ്യിൽ വെച്ച് ഞാൻ സുരക്ഷാ പരിശോധനയ്ക്കായി കാത്തുനിന്നു.